ഹലോ ഗെയ്സ്, അപ്പം ഞാൻ വന്നിട്ടുണ്ട് നിങ്ങളുടെ സൂര്യ പത്തനംതിട്ടയിൽ നിന്ന് സീതത്തോട്. അപ്പം ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത് നമ്മുടെ ഇവിടെ ആന ശല്യം, പന്നി ശല്യം, പുലി ശല്യം അതൊക്കെ ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ അതിനെ ഓടിക്കുന്ന ഒരു സൗണ്ട് എക്യുപ്മെൻറ്റ്സ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് വേറൊരു നമ്മുടെ ഇവിടെ അടുത്തുള്ള ഒരു കാലായിൽ. അപ്പം അത് എങ്ങനെയാണ് ഇരിക്കുന്നത്, അതെങ്ങനെയാണെന്നൊക്കെയുള്ള സംഭവം ഞാൻ കാണിക്കാൻ പോവാണ്. അപ്പോൾ എൻ്റെ കൂടെ ഒരു വലിയൊരു മല കയറി പോകണം കേട്ടോ. അപ്പോൾ എല്ലാവരും വന്നോളൂ, നമുക്ക് പോവാം അങ്ങോട്ടേക്ക്. അപ്പം ഈ റോഡ് വഴിയാണ് നമ്മൾ ഇങ്ങനെ പോകേണ്ടത്. എന്നിട്ട് വലിയ കുത്തനെ ഉള്ള ഒരു റോഡ് കയറണം. അപ്പോൾ എൻ്റെ കയ്യിൽ ബാഗുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ എൻ്റെ ഫോണിൻ്റെ പവർ ബാങ്കൊക്കെ എങ്ങാനും ഇടയ്ക്ക് വെച്ച് ചാർജ് തീർന്ന് പോയാലോ എന്ന് വെച്ചിട്ടാണ്. ആരുമില്ല എൻ്റെ കൂടെ, ഞാൻ തന്നെയാണ് പോകുന്നത്. അമ്മ ഇവിടെ ഉണ്ട്. അമ്മ വരണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വരണ്ട, ഞാൻ തന്നെ പൊക്കോളാൻ വലിയ വീരവാദം അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഗയ്സ് നമ്മൾ മേലോട്ട് കയറി പോവാണ്. ഇവിടെ ഈ വീട്ടിൽ ഇരുന്നിട്ടാണ് അച്ഛൻ അതിൻ്റെ സ്വിച്ച് എല്ലാം പ്രവർത്തിപ്പിക്കുന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള വീടാണ്. ഈ വസ്തു അതായത് എൻ്റെ മുകളിലേക്ക് കാണുന്നുണ്ട്. ഇതിനകത്ത് ഒത്തിരി വാഴയും അങ്ങനെയുള്ള സാധനങ്ങളാണ്. അപ്പോൾ അവിടെ പന്നി ഇറങ്ങാതിരിക്കാനും അങ്ങനെയൊക്കെ അതിന് വെച്ചേക്കുന്ന ഒരു സൗണ്ട് സിസ്റ്റമാണ്. അത് സോളാർ സിസ്റ്റം വഴി പ്രവർത്തിപ്പിക്കുന്ന സാധനമാണ്. അപ്പം അതെങ്ങനെയാണ് ഉള്ളതെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പം എൻ്റെ കൂടെ വന്നോളൂ, പോകാം നമുക്ക്. ഇതാണ് നമ്മൾ പോകുന്ന ആ വഴിയെ. ഇനി ഞാൻ കയറാൻ പോകുന്ന ആ കുത്തു കയറ്റമില്ലേ, അത് ഞാനിപ്പോൾ കാണിച്ചു തരാം. നല്ല സെറ്റപ്പ് ഒരു കുത്തു കയറ്റമാണ്. ഒരു 1.5 കയറ്റമാണ് ഗൈസ്. ഞാനതിപ്പോൾ എവിടെ എത്തിത്തീരുമെന്ന് ഒരു പിടിയില്ല. ഇതിപ്പോൾ നേരെ നമ്മൾ ചേത്തോട്ടിലോട്ട് പോകുന്ന വഴി. ഞാൻ നോക്കുവാണേ, കണ്ടോ ഈ വലിയ കയറ്റത്തിലേക്ക് നാണ്ട ഞാൻ ഏകദേശം അങ്ങ് മണ്ടേ ചെല്ലണം. അപ്പോൾ ഓരോന്ന് കയറി കഴിയുമ്പോൾ താഴത്തോട്ട് നമുക്ക് കാണിച്ചു തരാം ഞാൻ. അപ്പോൾ വീണ്ടും ഞാൻ സ്റ്റാർട്ട് ചെയ്ത് കയറാൻ തുടങ്ങുവാണ്. കയറി പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതുകൊണ്ട് ഇവിടെ എല്ലാം സൈഡിൽ കുറേ ചെടികളുണ്ട്. അപ്പോൾ ഇത് ആ അച്ഛൻ്റെ വസ്തു, ഇത് വേറൊരാളുടെ വസ്തു. അപ്പോൾ ആ 2 വസ്തുവിൻ്റെ ഇടയ്ക്കൂടെ ഇതിൻ്റെ പൊക്കത്തൊക്കെ കുറേ വസ്തുക്കളുണ്ട്. അവിടേക്ക് വണ്ടികൾ കയറി പോകുന്ന പഞ്ചായത്ത് റോഡാണ്. അതുകൊണ്ടാണ് ഇത് കോൺക്രീറ്റ് ഇട്ടേക്കുന്നത്. അപ്പോൾ ഇതുവഴിയൊക്കെ ഇടയ്ക്ക് വണ്ടി കയറി പോകുന്നതാണ്. പിന്നെ മുകളിൽ ചെല്ലുമ്പോൾ ഭയങ്കര പ്രയാസമാണ് വണ്ടി കയറി പോകാൻ. ഇത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഇതുപോലുള്ള കയറ്റങ്ങൾ കയറിയാണ് നമ്മുടെ ഇവിടുത്തെ റോഡുകൾ മിക്കതും ഇങ്ങനെയുള്ള റോഡുകളാണ്. അപ്പോൾ ഇതുപോലുള്ള വലിയ വലിയ കയറ്റങ്ങൾ കയറിയാണ് ഞാൻ സ്കൂളിൽ പോയതും വന്നതും എല്ലാം. ഇതുപോലുള്ള വലിയ കയറ്റമാണ് ഞങ്ങളുടെ സീതത്തോട്ട് നിന്ന് ഞങ്ങളുടെ വീട്ടിലേക്ക് വരുന്നിടത്തുള്ളത്. ഇതുപോലെ വലിയ ഇറക്കവുമാണ്. ഇനിയിപ്പോൾ ഞാൻ തിരിഞ്ഞ് കാണിച്ചു തരാം ഞാൻ എവിടുന്ന് കയറി വന്നത്. കണ്ടോ, അത്രയും ഞാൻ കയറി വന്നു. വലിയ മരങ്ങളൊക്കെയാണ്. തിരിച്ച് കയറുന്നു, തിരിഞ്ഞ് ബാക്കിലോട്ട് കയറുന്നതാണ് തോന്നുന്നു ഇച്ചിരി കൂടെ നല്ലത്. അന്നേരം ഇപ്പം കാലിന് ആ വളഞ്ഞു പോകുന്ന ഒരു ഫീൽ കിട്ടത്തില്ല. ഇവിടെയെല്ലാം കണ്ടോ, ഇത് കാട്ടുബോൾസുമാണ്. ഇത് ഞാനിപ്പോൾ എപ്പോൾ അവിടെ എത്തുമെന്നൊന്നും അറിയത്തില്ല. പക്ഷേങ്കിൽ സ്പീഡിലുണ്ട്. പണ്ട് നമ്മളുണ്ടല്ലോ ഈ റോഡ് വഴി ഇത്രയും വലിയ അങ്ങ് മുകളിൽ ചെല്ലണം കേട്ടോ. പണ്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സിക്സാഗ് രീതിയിൽ നടന്നു കഴിഞ്ഞാൽ നമുക്ക് ആ കാലിൻ്റെ വളവും വേദനയൊന്നും അറിയത്തില്ലെന്നാണ് പറഞ്ഞത്. അങ്ങനെ കയറ്റം കയറി പഠിച്ചവർക്ക് അറിയാം അതിൻ്റെ ബുദ്ധിമുട്ടും വിഷമങ്ങളും. അപ്പം ഞാൻ തിരിഞ്ഞ് കയറുവാണെങ്കിൽ ഉണ്ടല്ലോ എനിക്ക് കാലിന് അത്ര വേദനയൊന്നും വരത്തില്ല, ഈസി ആയിട്ട് കയറിപ്പോകാൻ പറ്റും. അതാണ് ഞാനിപ്പോൾ തിരിഞ്ഞ് കയറുന്നത്. നല്ല രസമാണ്, നല്ല ശ്വാസമൊക്കെ എടുക്കേണ്ടി വരും. അപ്പം മുകളിലേക്ക് കയറി പോകണം. ഇതുവഴി വണ്ടി വരുന്നതാണ്. ഞാൻ തിരിച്ച് ക്യാമറ കാണിച്ചു തരാം എത്രത്തോളം ഞാൻ ഹൈറ്റിൽ കയറി വന്നു എല്ലാം കാണിച്ചു തരാം. അപ്പോൾ എല്ലാവരും പടപടയും പോരും ഗൈസ്. അപ്പോൾ നമ്മളിങ്ങനെ പോകുന്ന വഴിക്ക് ഇവിടെ എല്ലാം കുറേ ഔഷധ സസ്യങ്ങളുണ്ട്. ഇതൊക്കെ ഞാൻ എൻ്റെ ഷോർട്സിൽ ഇട്ടിട്ടുള്ളതാണ്. ഓരില മൂവില എന്ന് പറഞ്ഞ ഔഷധ സസ്യമാണ്. അപ്പോൾ ഇതുപോലെ ശീമക്കൊന്ന അങ്ങനെയുള്ള കുറേ ചെടികൾ കാണാൻ പറ്റും. കണ്ടോ, ഇങ്ങനെ കയറി ഞാൻ തിരിഞ്ഞാണ് കയറുന്നത്. കണ്ടോ നിങ്ങൾ, ഇത്ര ഉൾ ഫോറസ്റ്റിലേക്ക് ഞാൻ തന്നെയാണ് ഗൈസ് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മുടെ ഇതെന്താണെന്നറിയുമോ, ഒരു വേരൻ്റെ പൂവാണ്, വെള്ള കളർ പൂവ്. അപ്പം ഇതുപോലെ കുറേ ചെടികളുണ്ട് ഇവിടെ. അതെല്ലാം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇവിടെ ഒരു ദിവസം ഞാൻ ലൈവൊക്കെ ഇട്ടിട്ടുണ്ട്. എന്നിരുന്നാലും ഇതൊക്കെ നമ്മുടെ ഈ ഇവിടുത്തെ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് വീഡിയോസായിട്ട് തരണമല്ലോ. അപ്പം ഞാൻ ആ റോഡിൻ്റെ പകുതിയോളം എത്തി. കണ്ടോ, ഞാൻ കാണിച്ചു തരാം. ഈ വീഡിയോ എടുത്ത് തന്നെ നോക്ക്. ഞാൻ ആ അങ്ങ് താഴത്തൂന്നാണ് ഇവിടെ വരെ കയറി വന്നേക്കുന്നത്. എനിക്കിതൊന്നും പുതിയ ശീലങ്ങളൊന്നുമല്ല. ഇത് പുറത്തുനിന്ന് വരുന്ന ഒരാൾക്ക് ഇത് സിമ്പിളായിട്ട് കയറാനൊന്നും പറ്റത്തില്ല. അപ്പോൾ എൻ്റെ കയ്യിലൊരു കല്ലുണ്ട് കേട്ടോ. ചിലപ്പോൾ ഇതങ്ങ് താഴെ വരെ എത്തൂല. എന്നിരുന്നാലും നമുക്കൊന്ന് ഉരുട്ടി നോക്കാം. അധികം ഉരുണ്ട് പോകത്തില്ല. എൻ്റെ ദൈവമേ, പണി പാളി. സൈഡിലോട്ട് പോയി. അതായിരുന്നു നമുക്ക് വേണ്ടത്, അങ്ങ് താഴോട്ട് പോകരുതായിരുന്നു. ഞാൻ ഉരുട്ടി വിട്ടാൽ അത്രയ്ക്ക് ഉരുളും. അതാണ് നമ്മൾ ഒരാൾ വീണ് കഴിഞ്ഞാൽ ഉരുണ്ട് താഴെ ചെന്നേ നിൽക്കത്തുള്ളൂ എന്നാണ് ഉദ്ദേശിച്ചത്.
ഇതുകൊണ്ടോ ഇങ്ങനെ ഒരു ഗുഹ പോലെയാണ് കിടക്കുന്നത്. നിങ്ങൾ ഇതുപോലത്തെ ഗുഹ പോലത്തെ സ്ഥലത്തൂടെ പോയിട്ടുണ്ടോ ഗൈസ്? അപ്പോൾ നോക്കിയാൽ നിങ്ങൾ അവിടോട്ട് സൂക്ഷിച്ച് നോക്ക്. അവിടെ വരെയൊക്കെ ആന വന്നതാണ് കേട്ടോ, ആ സ്ഥലം വരെയൊക്കെ. അപ്പോൾ എല്ലാവരും വന്നോളൂ, നമുക്ക് നോക്കാം നമ്മൾ പറഞ്ഞ സാധനം ഇവിടെ ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. അത് കണ്ട് ഇതുവഴിയല്ല, മുകളിലത്തെ അതുവഴിയാണ് കയറേണ്ടത്. നമുക്ക് അവിടോട്ട് പോകാം. പഷ് തട്ടി ചക്കാച്ചും കൺമണി അൻപോട് കാതലിൻ കാട്ടിന്ന് രഹസ്യമേ കാടും പടലും കൈകളിലേന്തി ഓഹോഹോ തെച്ചിപ്പൂ തിരുതാളി കാടും പടലും പറിച്ചു കെട്ടിത്താ പറിച്ചു കെട്ടിത്താ. കണ്ടോ, വലിയൊരു ഗുഹ പോലെ തോന്നില്ലേ? നമ്മളിങ്ങനെ കയറി ചെല്ലുമ്പം വലിയ എന്തോ ഒരു കിണറ്റിൽ കൂടെ പോകുന്നു ഗൈസ്. ഞാൻ കിണറ്റിലാണ് ഗൈസ്, കിണറ്റിൽ നിന്ന് കയറി വരികയാണ്, തിരിച്ച് കയറി വരുവാണ്. നിങ്ങളിങ്ങനെ കണ്ടിട്ടുണ്ടോ? സിനിമയിലല്ലാതെ നേരിട്ട് കണ്ടിട്ടുണ്ടോ? എനിക്കിപ്പോൾ മുകൾ വശം, കിണറിൻ്റെ മുകൾ വശമാണ് കാണുന്നത്. കണ്ടോ, ഇങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ടോ? അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഏതോ ഒരു വഴിയാണ് കയറേണ്ടത് ഉള്ളിലേക്ക്. മഴയാണെന്ന് തോന്നുന്നു, ദൈവമേ പെട്ടെന്ന് തോന്നുന്നു. ഇപ്പം നമ്മൾ നോക്കിയേ, നമ്മൾ വന്ന ആ റോഡ് ഇല്ല, അവിടെയാണ് കണ്ടോ. ഞാൻ സൂം ചെയ്ത് കാണിക്കാം. അവിടെ നിന്നാണ് നമ്മൾ കയറി വന്നത് കേട്ടോ. ഇത്രയും ഹൈറ്റിലെ നല്ല ടാസ്ക് ആയിരുന്നു. കയറി ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ പറമ്പിലോട്ട് കയറണം. ഗുഹ വഴിയത് നമ്മളിതേ ഇതുവഴിയാണ് കയറേണ്ടത്. ഇതുവഴി കയറുവാണേ. മഴയാണോ കാറ്റാണോ? എൻ്റെ ദൈവമേ, മഴ പെയ്തു ഗൈസ്. ഞാൻ വല്ല ഏലക്കാത്തിലും കയറി നിൽക്കേണ്ടി വരും, വാഴക്കാത്തിലും കയറി നിൽക്കേണ്ടി വരും. കണ്ടോ, ഇവിടെ നിന്നിട്ടുള്ള വ്യൂ ആണ് ഇത്. അത് നമ്മുടെ പറമ്പ്, അതുകൊണ്ട് ആ കാണുന്നത്. ഞാൻ അവിടുത്തെ വീഡിയോ കഴിഞ്ഞ ദിവസം ഇട്ടത്. പണി പാളി ഗൈസ്, മഴയാണ്. വേണ്ട വാഴയിലയും പിടിച്ച് ഞാനിവിടെ നിൽപ്പുണ്ട്. ഈ വാഴയിലയ്ക്കുള്ളിൽ ഞാൻ ഇനി നിൽക്കേണ്ടി വരും. മഴ പെയ്തു. നിങ്ങളിങ്ങനെ വാഴയിലക്കകത്ത് നിന്നിട്ടുണ്ടോ? ഞാനിപ്പോൾ വാഴയിലക്കകത്താണ് നിൽക്കുന്നത്. മഴയുടെ ഒരു കോളേ ഇല്ലായിരുന്നു ഗൈസ്. ഞാൻ അവിടുന്ന് വീട്ടിൽ നിന്ന് പോരുമ്പോൾ ഇത് കണ്ടോ, മഴ പെയ്തതേ. ഞാൻ എൻ്റെ കൈയില്ലെന്ന് നനഞ്ഞാകെ മൊത്തം കുളിച്ച് നിൽക്കുകയാണെങ്കിൽ ഗൈസ്. വലിയ മഴയൊക്കെ പെയ്തു കേട്ടോ, പക്ഷേങ്കിൽ ഈ റബ്ബറിൻ്റെ മൂട്ടിലെങ്ങും ഒരു വെള്ളം വീണില്ല. പക്ഷേ എൻ്റെ കൈയും കാലും എല്ലാം നനഞ്ഞു. ഞാനൊരു വാഴയിലയുടെ ചോട്ടി നിൽക്കുമായിരുന്നു. വേഗം പെയ്തു, വേഗം പോയി. അങ്ങനെ ഒരു മഴയായിരുന്നു കേട്ടോ. അതുകൊണ്ട് അവിടെയൊക്കെ മലയാണ്. ആ മല എന്ന് പറയുമ്പോൾ നമ്മുടെ വീടിരിക്കുന്ന വശമാണത്. അവിടുന്ന് നമ്മുടെ വസ്തു മുകളിലേക്ക്. ഞാൻ അവിടെയൊക്കെ പോയിട്ട് കഴിഞ്ഞ ദിവസം വീഡിയോ ഒക്കെ എടുത്തത്. അപ്പം വീഡിയോ കണ്ടിട്ടില്ലാത്തവർ എൻ്റെ ചാനലിൽ കയറി കണ്ടോളൂ കേട്ടോ ഗൈസ്. ഇത് കണ്ടോ, മഴയൊക്കെ പെയ്തു, പക്ഷേ താഴത്തോട്ട് വെള്ളമൊന്നും നിന്നില്ല. കാരണം ഇവിടെ എല്ലാം വലിയ വലിയ മരങ്ങൾ നിൽക്കുമല്ലേ, പ്ലാവൊക്കെ നിൽക്കുമല്ലേ. അപ്പോൾ അതേ തട്ടി വെള്ളം താഴത്തോട്ട് വന്നില്ല. ഞാൻ ഇവിടെ കാണാൻ വന്ന് നനയായിരുന്നു, അത്രയും നനയത്തില്ലായിരുന്നു. ഞാനൊരു വാഴയുടെ ചോട്ടി നിൽക്കുമായിരുന്നു. ഇവിടെ എല്ലാം കൊക്കോക്കായാണ് നട്ടു വെച്ചേക്കുന്നത്. നിറച്ചും റബ്ബറും തൈയും കൊക്കോക്കായും പിന്നെ മൊത്തം വാഴ കൃഷിയുമാണ്. ഇത് നമ്മുടെ വസ്തുവല്ല. ഞാൻ പറഞ്ഞില്ലേ, ഇവിടെയൊക്കെ ആന വന്നായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ. അപ്പം ആ അച്ഛൻ ഒരു സാധനം ഇവിടെ വെച്ചിട്ടുണ്ട് ആനയെ ഓടിക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ 7 മണി സമയത്ത് ലൈവൊക്കെ ചെയ്യുന്ന സമയത്ത് ആനയുടെയും പട്ടി കുരയ്ക്കുന്നതും ആൾക്കാർ കരയുന്നതും അങ്ങനെയായിട്ട് കുറേ സൗണ്ടുകൾ കേൾക്കാം. അപ്പോൾ എല്ലാവരും ചോദിക്കും, എന്താണ് അവിടെ ആന അലയ്ക്കുന്നുണ്ടോ, ആനയുണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പം അതിനുത്തരവായിട്ടുള്ള അതെന്താണ് ആ സാധനം എന്നാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് കേട്ടോ ഗൈസ്. അപ്പോൾ എല്ലാവരും ഓടി വന്നോളൂ, വരൂ. ഇവിടെ അല്ല, കുറച്ചുകൂടി പോകണം. ഈ ഏറ്റവും ടോപ്പിലാണത് വെച്ചേക്കുന്നത്. അത് സോളാർ സിസ്റ്റം വഴിയാണ് അത് പ്രവർത്തിക്കുന്നത്. അപ്പോൾ അതിൻ്റെ 3-4 സൗണ്ടുകളുണ്ട്. മനുഷ്യൻ അലയ്ക്കുന്നത്, പിന്നെ അതുപോലെ പട്ടി കുരയ്ക്കുന്നത്, ആന അമറുന്നത്, അങ്ങനെ കുറേ സൗണ്ടുകൾ. അപ്പം അതുകൊണ്ട് വന്യമൃഗങ്ങളൊന്നും ആ സൗണ്ട് കേട്ടിട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സെറ്റപ്പാണ്. ഞാൻ കാണിച്ചു തരാവേ. ഈ പറമ്പിലെല്ലാം ഉണ്ടല്ലോ ആന വന്നതാണേ. ആന ഇവിടെ വരെ ഇറങ്ങിയപ്പോഴാണ് അച്ഛൻ ആ സിസ്റ്റം വാങ്ങിയതും ആ സിസ്റ്റം ഇവിടെ വെച്ചതുമൊക്കെ. അപ്പം ഇതെന്ന് പറയുമ്പോൾ അവിടുത്തെ വസ്തുവിൻ്റെ ഒരു ടോപ്പ് വശമാണ്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ഇവിടെ ഇരുന്നാൽ കണ്ടോ, ഇത്രയും ടോപ്പിൽ നമ്മൾ ആ റോഡിൽ നിന്ന് മുകളിലേക്ക് കയറി വന്നില്ലേ, അപ്പം അവിടെയാണിത് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ലാസ്റ്റിൽ ഫൈനലി ആ ഒരു സിസ്റ്റത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്താകും അവസ്ഥ? കറണ്ട് വഴിയല്ല, അത് സോളാർ സിസ്റ്റം വഴിയാണ്. കാരണം അതിൻ്റെ പാനലൊക്കെ ഇരിപ്പുണ്ട്, ഞാൻ കാണിച്ചു തരാം. അങ്ങനെ ഗൈസ്, നമ്മൾ ഫൈനലി അതിൻ്റെ ചുവട്ടിലെത്തിയിട്ടുണ്ട്. ഇതാണ് ആ സിസ്റ്റം.
ഇത് കണ്ടോ, ഇതിനൊരു സോളാർ പാനലുണ്ട്. ഇതുണ്ട് ഇങ്ങനെ സോളാർ സിസ്റ്റമാണ്. സൂര്യപ്രകാശം അടിച്ചിട്ട് ഇതുവഴിയാണ് നമ്മൾ ആ സൗണ്ടുകളെല്ലാം 2 മൈക്ക് സെറ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുവഴിയാണ് ആ വന്യമൃഗങ്ങളെ ഓടിക്കുന്ന ആ സൗണ്ട് കേൾക്കുന്നത് കേട്ടോ. അപ്പം ഇതുപോലത്തെ സാധനങ്ങളൊക്കെ ഗൈസ് നിങ്ങൾ വാങ്ങിച്ച് വെച്ചോളൂ. അപ്പം ഇതൊക്കെ വലിയ വലിയ കൃഷി നടത്തുന്നവർക്കൊക്കെ കാവൽ കിടന്ന് സൗണ്ട് ഉണ്ടാക്കി ഓടിക്കുന്നതിലൊക്കെ ബെറ്റർ ഇതാണ്. ഇതുപോലെ ഒരു സാധനം വാങ്ങിച്ച് വെച്ചാൽ. പിന്നെ ഇതിന് ലൈറ്റ് ഉണ്ട് കണ്ടോ, ഇത്ര ലൈറ്റ് ഉണ്ട്. 1 2 3 4 ലൈറ്റ്. അതും നല്ല പവറുള്ള ലൈറ്റാണ്. പ്രത്യേകിച്ച് സോളാർ സിസ്റ്റമാണ് കണ്ടോ. അതിൻ്റെ ആ പാനൽ ഇരിക്കുന്നുണ്ട്. ഇത്ര ഒരു ചെറിയ പാനലാണ്. അപ്പോൾ ഇതിൽ എഴുതിയിട്ടുണ്ട് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും. ഇതിൽ എഴുതിയിട്ടുണ്ട് എത്ര വോൾട്ടാണ്, റിലേറ്റഡ് വോൾട്ടേജ് എല്ലാം എഴുതിയിട്ടുണ്ട്. അപ്പം ഇതാണ് ആ സംഭവം കേട്ടോ. ഈ സാധനമാണ്, ഈ മൈക്ക് സെറ്റാണ് രാത്രിയിൽ പട്ടി കുരയ്ക്കുന്നതും. ഇതിപ്പം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ് ഇത് ഓൺ ചെയ്യാഞ്ഞത്. വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സൗണ്ട് ആയിരിക്കും, എൻ്റെ ചെവിയും കൂടെ അടിച്ചു പോകുന്ന പോലെ. അപ്പം മുകളിലേക്ക് ഒരെണ്ണം തിരിച്ച് വെച്ചിട്ടുണ്ട് കണ്ടോ. ഒരു മൈക്ക് മുകളിലേക്ക് തിരിച്ച് വെച്ചിട്ടുണ്ട്, ഒരെണ്ണം അങ്ങോട്ടേക്ക് തിരിച്ച് വെച്ചിട്ടുണ്ട്. ഈ പ്രദേശം ഇത്രയും ഉണ്ടെങ്കിലും അത്രയും വശത്ത് കേൾക്കും. കാരണം ഇതാണ് നമ്മുടെ വാഴയൊക്കെ വെച്ചേക്കുന്ന ആ ബോർഡർ. അവിടെ വരെ ആന ഇറങ്ങിയിരുന്നു. അപ്പം ഈ ഒരു സൗണ്ട് സിസ്റ്റം വെച്ചതിന് ശേഷം ഒരു ആനയോ ഒരു പന്നിയോ ഒന്നും വന്നിട്ടില്ല. കാരണം ഇവിടെ ഇത്രയും വാഴകളും വാഴത്തോപ്പുകളും നിൽക്കുന്നത് നിങ്ങൾ കണ്ടല്ലോ. ഇതിന് ഇതുവരെ ഒരു നാശനഷ്ടവും ഉണ്ടായിട്ടില്ല. അപ്പം ഇങ്ങനെയുള്ള ഒരു സിസ്റ്റം വെച്ചത് കൊണ്ടാണ്. അപ്പോൾ ഇത് കണ്ടോ, ഒരു സോളാർ മാത്രം മതി ഇത് പ്രവർത്തിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെ ഒരു സിസ്റ്റമാണിത് കേട്ടോ. അപ്പോൾ ഗൈസ്, അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് നമ്മുടെ ടോപ്പ് വശത്താണ് ഇരിക്കുന്നത് കൊണ്ട്, ടോപ്പിലായിരിക്കുന്നതുകൊണ്ട് നല്ല സൂര്യപ്രകാശം ഏൽക്കുന്നൊരു സൈഡാണ്. അപ്പം ഇത് വലിയ വലിയ കൃഷികൾ നടത്തുന്നവർ ഇത് വാങ്ങിച്ച് കൂടുതലായിട്ട് വെക്കുക. അത് നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടും. അതുപോലെ വന്യമൃഗങ്ങളുടെ ശല്യം അതൊന്നും ഇല്ലാതാകും. അപ്പോൾ നല്ല വെയിലുണ്ട് ഇവിടെ ഞാൻ നിൽക്കുന്നിടത്ത്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ കുഞ്ഞു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഹൈപ്പ് ചെയ്യാൻ പറ്റുന്നവർ ഹൈപ്പും ചെയ്യുക. അപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും എന്നിൽ രേഖപ്പെടുത്തുക. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. ഒരു കമൻസിനും ഞാൻ ഇതുവരെ റിപ്ലൈ ചെയ്യാതിരുന്നിട്ടില്ല. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ. ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ബൈ ബൈ ഗൈസ്.